ചോദിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം. പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു. അതിന്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ അയാള് വീഡിയോ എനിക്ക് അയക്കുന്നു. എനിക്ക് കൈയും കാലും വന്നില്ല ആ സമയത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഫോൺ എടുക്കുന്ന ബാക്ക് എടുത്തു കഴിഞ്ഞാൽ പൂവാല സ്വഭാവമുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് എന്നും ഒരു തലവേദനയാണ്, ഒരു ശാപമാണ് തന്നെ പറയാം. ഇത് ആസ്വദിക്കുന്ന ചില സ്ത്രീകളുണ്ട് കേട്ടോ, വളരെ കുറച്ച് സ്ത്രീകളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുടുംബത്തെ നോക്കി ഭർത്താവിനെ സ്നേഹിച്ച് തന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എന്നും ഇത് ശാപം തന്നെയാണ്. ഒരു സ്ത്രീയായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചധികം റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം പലപ്പോഴും സ്ത്രീകളെ ആളുകൾ കാണുന്നത് ഒരു സെക്ഷൽ അട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ്. അതിനപ്പുറത്തേക്ക് സ്ത്രീക്ക് ഒരു വ്യക്തിത്വമുണ്ട്, സ്ത്രീ ഒരു മനുഷ്യനാണ് എന്നുള്ളത് പല ആളുകളും എന്ത് ചെയ്യാറില്ല, പല ആളുകളും അത് ചിന്തിക്കാറില്ല, അതല്ലാതെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആൺകുട്ടികൾ പെൺകുട്ടികളെ കമന്റ് ചെയ്യുന്ന സമയത്ത് ചരക്ക് പീസ് എന്നൊക്കെയുള്ള വളരെ മോശമായ രീതിയിലുള്ള കമന്റ്സ് വരുന്നത്. അതിൽ പോലും നമുക്ക് മനുഷ്യന്റെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ഐഡിയോളജീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചരക്ക് എന്നൊക്കെ പറയുന്നത് സ്ത്രീക്ക് ഒരു ജീവനില്ല, അവളൊരു സ്ത്രീയല്ല, പകരം അവിടെ കാണുന്നത് സ്ത്രീ ഒരു കമ്മോഡിറ്റിയാണ്, അതല്ലെങ്കിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സ്ത്രീകളെ പുരുഷന്മാർ അഭിസംബോധന ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു യൂട്യൂബറാണ് സിലു ടോക്സ് സെൽഹ. ഫാമിലി വ്ളോഗിങ്ങും അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ സർവീസ് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് നേരിട്ടുണ്ടായിരുന്ന ഒരു മഹാദുരവസ്ഥ പറയാതിരിക്കാൻ വയ്യ, അത്ര മോശമായിട്ടുള്ള ഒരു ദുരവസ്ഥയെ കുറിച്ചിട്ടാണ് സിലു ടോക്സ് സെൽഹ അവരുടെ എക്സ്പീരിയൻസ് പങ്കുവെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും നമുക്കത് കാണാം. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ ഇത് എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ളത് സൽഹ പറയുന്നത് കേട്ടിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. അന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ഒരു ആണിന്റെ പ്രൊഫൈലാണ് അതിലുള്ളത്. കാണാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെനിക്ക് ഹായ് എ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അപ്പം ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിരിക്കും ഹേയ് എന്നൊക്കെ മെസ്സേജ് ഇടുന്നത്. അപ്പം ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട്, ഹായ് ഹൂ ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ എന്താ സംഭവം എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ സൈഡിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൂ ഈസ് ദിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത്. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. അപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കാൻ നിനക്ക് അപ്പോൾ ബ്ലോക്ക് ചെയ്തൂടെ എന്ന് വരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം. ഞാൻ ബ്ലോക്കൊന്നും ചെയ്തില്ല. എൻ്റെ കണ്ണിനും സുഖമില്ലാത്തതാണ്, നമുക്ക് നേരെ കാണാനും പറ്റില്ല, അത് വേറെ കാര്യം. ബ്ലോക്ക് ചെയ്തില്ല, ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ എന്നെ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഫോട്ടോൻ്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം മലയാളി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിന് മുമ്പ് എനിക്ക് മലയാളി ആണെന്നുള്ളത് അറിയില്ല. ഇത് വന്നിട്ട് UAE നമ്പറാണ് കേട്ടോ. അതിനുശേഷം അന്ന് നമ്പർ തന്നത്, അതായത് തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ അങ്ങേയറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത്. അന്ന് നമ്പർ തന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു. അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കും. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട്. നീ ഏതാടോ എന്നും ചോദിക്കുന്നുണ്ട്. ഏതോ ഡൈപ്പാണെന്ന് മനസ്സിലായി. ഈ കറക്കി കുത്തി നമ്പർ കിട്ടുന്ന കേസാണെന്ന് തോന്നുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ. ആദ്യത്തെ ഫോട്ടോ ഷർട്ടില്ല, കുറച്ച് ഡീസൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എനിക്കിപ്പോൾ മറിവ് കുറച്ച് കൂടുതൽ. ഞാൻ സൈഡിൽ ഇതിനൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ. അതിന് ശേഷമുള്ളത് നിങ്ങൾ കാണണം. ഞാൻ ഇനി ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അങ്ങനത്തെ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്നാലും ഞാൻ പറയാം, കാറിൽ നിന്ന് കളിച്ചത് മറന്നോ എന്നും. എന്നിട്ട് കണ്ണിങ്ങനെ അടിക്കുന്നുണ്ട്. ഓൾറെഡി എൻ്റെ കണ്ണ് അടഞ്ഞ അവസ്ഥയാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ അടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ അവന് നാണം വരുന്നു ഗൈസ്. നാണം വരുന്ന സിമ്പിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവൻ ആലോചിക്കുമ്പോൾ നാണം വരുന്നു എന്നുള്ളത്. ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം. ഈ അയക്കുന്ന എല്ലാ വീഡിയോയും ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല. ഇതിൽ നിന്നും ഒരിക്കൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഈ ഒരു ഫീച്ചർ അവൻ നല്ലോണം യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആരാ മോള്? നമ്മളങ്ങനെ ഒരാൾ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇതാക്കാനും വിടാൻ പാടില്ലല്ലോ. നമുക്കൊരു പെണ്ണ് എന്ന നിലക്ക് നമുക്കൊരു വ്യക്തിത്വമില്ല. ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവന്മാരൊക്കെ ഇത് കേൾക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ എടുത്ത് ഗൈസ് ഭാഗ്യത്തിന്
ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ ഞാൻ എടുത്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക് എടുത്തില്ല. ആദ്യത്തെ ഫോട്ടോ ബാക്ക് എടുത്തു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാനത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊക്കെ എന്തിനാ പറയണമെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറയാം. എന്നിട്ട് മോശമായിട്ടുള്ളൊരു വീഡിയോ ആണ് അവൻ അതിൽ അയച്ചത്, വിത്ത് ഡ്രസ്സ്. ഓക്കെ, വസ്ത്രമൊക്കെ ഉണ്ട്. മാന്യനാവൻ ആദ്യം മാന്യതയോടുകൂടിയാണ് അവൻ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. അതിൽ തന്നെ എന്തോ സംതിങ് റോങ് എനിക്ക് മനസ്സിലായി. എൻ്റെ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റതൊക്കെ പറ്റി, അല്ലെങ്കിൽ ഇക്കയായിട്ട് സംസാരിക്കാൻ ഞാൻ ഫോൺ കൊടുത്തേനെ. ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതിരുന്നത്. അതായത് ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കുക, അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കുക. സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കുക, അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. ഇനി എപ്പോഴാടി എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം. പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ. ഞാൻ റെക്കോർഡ് ചെയ്തതിലുണ്ടാവും, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാൾ ഈ ഫോണിലേക്ക് അയച്ചു തന്നത്. കാരണം നല്ല പെയിൻ എടുക്കുന്നുണ്ട് ഗൈസ്. മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ അയാൾ വീഡിയോ എനിക്ക് അയക്കുന്നു. എനിക്ക് കൈയും കാലും വന്നില്ല ആ സമയത്ത്. ഒന്ന് വിളിക്കോ, കൊണ്ടേക്കോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഫോൺ എടുക്കുന്ന ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടൂല. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരും വിശ്വസിക്കണം എന്നൊന്നുമില്ല. അയ്യോ കണ്ണടക്കല്ലേ. അപ്പോൾ ആദ്യം എടുത്ത് ബാക്ക് പോയി എന്തൊക്കെയോ ആയി, കയ്യിൽ കുട്ടിയുണ്ടായിരുന്നു, ബുദ്ധിമുട്ടി. എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോയോ റിനു എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെയൊക്കെ രസം എന്താണെന്നറിയോ, അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താ വരാത്തത്? അപ്പോഴാണ് ആളൊന്ന് ചോക്കായി. ഇതിൽ സൽഹ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുരുഷൻ അവരുടെ ഫോണിലേക്ക് നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നു. ഇത് എന്തുകൊണ്ട് സൽഹ ബ്ലോക്ക് ചെയ്തില്ല എന്ന് ചില ആളുകളെങ്കിലും ചോദിച്ചു എന്ന് വരും. പക്ഷെ എപ്പോഴും ബ്ലോക്ക് ചെയ്യണമെന്നില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് ഏത് തരക്കാരനാണ്, അതല്ലെങ്കിൽ എന്താണ് അയാളുടെ ഉദ്ദേശം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൽഹ ഇതുപോലെ പ്രൊമോഷൻസും അതുപോലെ തന്നെ കൊലാബറേഷൻസും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചാറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിൽ ഈ ഒരു ചങ്ങാതി വൺ ടൈം ആയിട്ട് മോശമായ രീതിയിലുള്ള പിക്ചേഴ്സ്, അയാളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ചങ്ങാതി ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം സ്ത്രീകളെല്ലാവരെയും ഇതിന് കിട്ടുമെന്നുള്ളത് അവൻ്റെ ഉള്ളിൽ എവിടെയോ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ചില സ്ത്രീകളുടെയെങ്കിലും അടുത്തെത്തി കഴിഞ്ഞാൽ ഇത് അവന് വലിയ തിരിച്ചടിയാവുന്നുള്ളൊരു തിരിച്ചറിവ് അവന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അവൻ എന്ത് ധൈര്യത്തിലാണ് അവൻ്റെ മുഖമൊക്കെ കാണിച്ചുകൊണ്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ കോള് വരും. ഇതിപ്പോഴൊന്നല്ല കേട്ടോ, 1-2 വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴും കോള് വരും. അതുപോലെ തന്നെ ആ സെയിം നമ്പറിൽ നിന്ന് ഒരു നെറ്റ് നമ്പറാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നമ്പറാണ്. അതിൽ നിന്ന് ഇതുപോലെ തന്നെ ഓരോ മോശമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ അയക്കും. എന്ത് ഫോട്ടോസാ വീഡിയോസാ എന്ന് ഞാൻ പറയുന്നില്ല. വളരെ മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയക്കും. അവസാനം ഞാനത് ബ്ലോക്ക് ചെയ്ത് പോയി. പക്ഷെ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാനത് പോയി. പക്ഷെ പിന്നീട് ഞാനത് ആരാണെന്ന് തിരിച്ചറിയുകയും വിളിച്ച് നന്നായിട്ട് ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എടുത്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കും, ഞാൻ കേസ് കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്നായിട്ട് ചീത്ത പറഞ്ഞു. അപ്പൊ ആളാകെ പേടിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അത് വെറും 15-16 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനായിരുന്നു. ആ ഒരു എന്താ പറയാ, ഒരു വൈകൃതം ചെയ്തതെന്ന് പറയാം. 15-16 വയസ്സുള്ള ഒരു പയ്യൻ. അവനാണ് എന്നോട് ഈ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയക്കാനായിട്ട് വന്നത്. എത്ര മോശമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു അവയർനെസ്, ഒരു സെക്ഷൽ അവയർനെസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഒട്ടുമിക്ക ആണുങ്ങൾക്കുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ഒരു സംസ്കാരമാണ് എന്ത്, സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ പുരുഷന്മാരാണ് ശരിക്കും ജീവിക്കാനുള്ള അർഹത. സ്ത്രീകൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വീട്ടിലെ അടിച്ചു വാരാനും തുടക്കാനും
കുഞ്ഞുങ്ങളെ പ്രസവിക്കാനൊക്കെയാണ് എന്നുള്ള ചില ചിന്തകൾ. ഇത് ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ കേരള സംസ്കാരത്തിലുടനീളം ഉണ്ട്. ഇത് കേരളം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ വെസ്റ്റേൺ കൺട്രീസിലാണ് ഇതിന് കുറച്ചെങ്കിലും ഒരു മാറ്റമുള്ളത്. പക്ഷേ നമ്മുടെ ലോകം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃത ലോകമായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രശ്നമാണ്. കാരണം ഒരുപാട് പുരുഷന്മാർ ഇപ്പോഴും ചിന്തിക്കുന്നു, പക്ഷെ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ. വളരെ നല്ല സ്ത്രീകളെ വളരെ റെസ്പെക്റ്റോടുകൂടെ മാന്യമായിട്ട് മാത്രം അവരോട് പെരുമാറുന്ന ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ആളുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം. കാരണം ഒരു സ്ത്രീ അർദ്ധരാത്രിയിലാണെങ്കിലും പിന്നെ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പറയും ആ സമയത്ത് പുറത്തിറങ്ങിയിട്ടല്ലേ, അതുകൊണ്ടല്ലേ അവളെ റേപ്പ് ചെയ്യപ്പെട്ടെന്ന് ചോദിക്കും. അർദ്ധരാത്രി അല്ലാത്ത പട്ടാപകല് റേപ്പ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, വീടിനുള്ളിൽ കയറി റേപ്പ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഒരു ആദിവാസി പെൺകുട്ടിയുടെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. വീടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. ഇതിലൊക്കെ എന്താണ് തെറ്റ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ കുട്ടി വീട്ടിലിരുന്നതുകൊണ്ടാണ്, പിന്നെ എന്താ ചെയ്യേണ്ടത്? തൂങ്ങിച്ചാവുമായിരുന്നു വേണ്ടിയിരുന്നത് ഒരു പെണ്ണായി ജനിച്ചതിൽ. അപ്പൊ എന്തായാലും വളരെ മോശമായ രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ പല സ്ത്രീകൾക്കും പറയാനുണ്ടാവും. അപ്പൊ എന്തായാലും സലഹ ചെയ്തത് വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം അന്ന് എൻ്റെ അടുത്തൊരു യൂട്യൂബോ അതല്ലാന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ചാനലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഞാൻ കൊടുക്കേണ്ട രീതിയിൽ നന്നായിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടും പേടിപ്പിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം ആ ഒരു കുട്ടിക്കും ഇതുപോലെ തന്നെ കുടുംബവും മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ വേദനിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഞാനൊരു സൈബർ കേസ് ആക്കാൻ നിന്നില്ല. പക്ഷേ വളരെ മോശമായ രീതിയിൽ എന്നോടന്ന് പ്രതികരിച്ചത്, എന്നോടന്ന് ചാറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു സൽഹയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനും വിചാരിച്ചത്. അപ്പം എന്തായാലും സൽഹ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യന് മനസ്സിലായി ഇത് വൺ ടൈം ആയിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, പരിപാടി കയ്യിൽ നിന്ന് മാറുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആളെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇതെങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്കുള്ള ഒരു ഷോക്കാണ് ആൾ ഇട്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ലാംഗ്വേജ് കാണുമ്പോൾ മേ ബി നിങ്ങൾ എന്നെ മോശമായിട്ട് പറയാം. മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളോട് പാലേ, ചക്രേ, തേനെ എന്നൊന്നും എനിക്ക് വിളിക്കാനായിട്ട് പറ്റൂല. എന്ത്രാ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ മറുപടി അതൊക്കെ നിങ്ങൾക്ക് സൈഡിൽ മേ ബി കാണാനായിട്ട് സാധിക്കും. നിനക്ക് കളിക്കണോ സോഷ്യൽ മീഡിയയിൽ, ഇനി നീ കളിക്കുകയെന്ന് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത് ഞാൻ മിസ്യൂസ് ചെയ്യുന്നതല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഈ ഒരു കാര്യം പറയാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവനൊരു തെറി വിളിക്കുന്നുണ്ട്. പിന്നെയാണ് വിചാരിച്ചത്, അതായത് ഡോഗ് അങ്ങനെയെന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങളിൽ പല എന്താ പറയുക പുണ്യാളന്മാരോ അല്ലെങ്കിൽ പുണ്യാളത്തുകളും വേണമെങ്കിൽ വരാം. അയ്യോ അവൻ തെറ്റ് ചെയ്തതിന് എന്തിനാണ് ഫാദറിനെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫാദറിനെ അല്ല നമ്മൾ ആക്ച്വലി വിളിച്ചത്, അവനെയാണ് വിളിക്കുന്നത്. പിന്നെയാണ് ആലോചിച്ചത് ഞാൻ അങ്ങനെ പറയുന്നത് നിൻ്റെ മോമിനെ അയച്ചു കൊടുത്തൂടെ എന്ന് നമ്മുടെ നാടൻ ഭാഷയിലാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അത്രയും എനിക്ക് ദേഷ്യം, എനിക്ക് സങ്കടം വന്നിട്ടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അവരുടെ അടുത്തൊക്കെ നമുക്ക് മാന്യത കാണിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ. അതായത് ഇവരുടെ വീടുകളിലുള്ള സ്ത്രീകളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവർക്ക് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് സെക്ഷുവലി അവരുടെ കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു ലേഡി ആയിട്ടാണ് ഇവർ കാണുന്നത്. ഇനി നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ടാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണോ എന്താണോ ഒന്നും ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട. ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ മദർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിലാണ് കേട്ടോ. അപ്പോൾ റിനു അല്ല, അപ്പോഴേക്കും അവൻ്റെ അടുത്ത അഭിനയം എടുത്തിരിക്കുകയാണ്. റിനു അല്ല, വാട്ട് ദി ഫക്ക് എന്നൊക്കെ WTF എന്നൊക്കെ ഇടുന്നുണ്ട്. ശരിക്കും പറ, കളിപ്പിക്കല്ലേ നീയെ അല്ലേ? ഇതിനൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല. പ്ലീസ് സോറി, ആള് മാറിയതാണ്. എനിക്ക് റിനു ആണ് നമ്പർ തന്നേ ഓൾ ഡേ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ചൊറിച്ചിലിൻ്റെ അവസാനത്തെ ദിവസം ആണടാ ഇന്നൊക്കെ ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി ജീവിതത്തിൽ അവൻ ഒരു പെണ്ണിനെയും ഇങ്ങനെ മോശമായ രീതിയിൽ അവൻ്റെ ഇതൊക്കെ കാണാനുള്ളവരാണോ നമ്മൾ? എന്താ പറയുക, എന്നിട്ട് ഉപദ്രവിക്കരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് മുറിച്ച് കളയടാ ആ സാധനം എന്നുള്ള രീതിക്ക് അവനോട് പറയുന്നുണ്ട്. ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തിനാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്? അതങ്ങോട്ട് കളഞ്ഞൂടെ? അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. വഴി പോണോ അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ കാണാത്ത പെൺകുട്ടികളൊക്കെ ഇവരുടെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നതല്ലല്ലോ. നമുക്കൊരു റെസ്പെക്റ്റ് നമ്മൾ എപ്പോൾ കൊടുക്കുന്നോ അന്നേ നമുക്ക് മറ്റുള്ളവരും റെസ്പെക്റ്റ് തരുള്ളൂ കേട്ടോ. അവൻ അങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ഇവൻ എങ്ങനെ കാണിച്ചു എന്ന് മറ്റും ആരോടും പറയാതെ പുറത്ത് പറയാതെ സ്ത്രീകളിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീനെ തന്നെയാണ് ഇവർ ബ്ലെയിം ചെയ്യുക. അത് പേടിച്ചിട്ടാണ്. ആരാണ് ഈ ബ്ലെയിം ചെയ്യുന്നത്? സ്ത്രീകളും പുരുഷന്മാരും ചിലപ്പോൾ ബ്ലെയിം ചെയ്യും. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ആരാന്നറിയോ? ഇതുപോലെയുള്ള പുരുഷന്മാരാണ്. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് എന്ത് വൃത്തികേടും ആഭാസങ്ങളും കാണിച്ചാലും സ്ത്രീകൾ പ്രതികരിക്കരുത്.
പ്രതികരിക്കാൻ പുറത്തു വരരുത്, പേടിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു ധൈര്യത്തിന് വേണ്ടി അങ്ങനത്തെ ഒരു സംഭവം അവരായിട്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ചങ്ങാതിക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം വൺ ടൈം ആയിട്ട് കൊടുത്ത ഫോട്ടോസ് എല്ലാം ഇപ്പുറത്ത് നിൽക്കുന്നത് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ സാധാരണ ചിലപ്പോൾ എല്ലാ പെൺകുട്ടികളും എങ്ങനെ ആയിരിക്കും, ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ, അതൊക്കെ കണ്ടാൽ റിയാക്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഒരാളായിരിക്കണം സൽഹ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവരിതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അവസാനം നീ റീനു അല്ലേ, നീ അവളല്ലേ, എന്നാ നീ ആദ്യം തന്നെ പറയണ്ടേ ആള് മാറി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇനി ഒന്നും വേണ്ട, സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് ഇങ്ങനെയുള്ള രീതിയിൽ ഓൺലൈൻ മീഡിയയിലൂടെ ചെയ്യാമോ? തെറ്റാണത്. അത് ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഭാര്യയും ഭർത്താവാണെങ്കിലും ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നടക്കേണ്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ സ്പ്രെഡ് ചെയ്യേണ്ടത്. അത് ആർക്കൊക്കെ എവിടേക്ക് എങ്ങനെയൊക്കെ പോകും നമുക്കറിയാം. ഞാൻ അയക്കുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ മാത്രം കാണുന്നത് എനിക്ക് എന്തത്ര ഉറപ്പ്? എന്നെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ചിലപ്പോൾ ഈ ഒരു സൈബർ ലോകത്തുണ്ടാവും, നമുക്കതറിയില്ല. നമ്മൾ ചാറ്റും ടെക്സ്റ്റൊക്കെ കണ്ട് ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ഹാക്കേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, അവരൊക്കെ അത് കാണുന്നുണ്ടാവും, നമുക്കൊരു പിടുത്തമില്ല. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഇമാതിരി തോന്നിവാസം കാണിക്കുന്ന ചങ്കൂറ്റുണ്ടല്ലോ, അത് വല്ലാത്തൊരു ചങ്കൂറ്റ. ആ ചങ്കൂറ്റത്തിന് സല്യൂട്ടല്ല കൊടുക്കേണ്ട, അത് നിന്റെ നാശത്തിനാണെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുള്ള, ആൺകുട്ടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത്, ഇനിയിപ്പോ പെൺകുട്ടിയാവട്ടെ, പെൺകുട്ടികളാണെങ്കിലും ഇതുപോലെയുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം പല സമയത്തും പിടിക്കപ്പെട്ടേക്കാം. കാരണം നമ്മൾ ചിലപ്പോൾ ബോയ് ഫ്രണ്ടിനായിരിക്കാം, കോളേജിലൊക്കെ ഉണ്ട് ഇതുപോലെ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, കാരണം പ്രൈവറ്റ് വീഡിയോസ് ഒക്കെ പബ്ലിക്കായി എന്നുള്ളത്. പിന്നെ വളരെ റീസെൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്, ഒരു പോലീസ് ഓഫീസറാണ്. മൂപ്പര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നു. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്ന വീഡിയോ ഒരാൾ എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റാണ്. കാരണം ഇതിനൊന്നും എന്താ പറയുക, ജാമ്യം പോലും കിട്ടാത്ത രീതിയിലുള്ള തെറ്റായിരിക്കും. ഇതൊക്കെ നമ്മൾ കേസ് കൊടുത്തു അതൊക്കെ തെളിഞ്ഞു എന്നുണ്ടെങ്കിൽ. അപ്പോൾ വളരെയധികം കെയർഫുൾ ആകുക. സ്ത്രീകളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വകാര്യതൊക്കെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഒരിക്കലും കാണിക്കരുത്. ഇനിയിപ്പോൾ ആരാണെങ്കിലും, അത് കാമുകനാവാം, ഭർത്താവാകാം, ആരാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരരുത്. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക. ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം ആലോചിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് തന്നെ പിന്നീട് ഒരു വള്ളിയാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ സൽഹ പറയുന്നുണ്ട്, ഞാൻ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് അവന്റെ മുഖം ഹൈഡ് ചെയ്യാതെ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ചു അവനും ഒരു ഉമ്മയുണ്ടല്ലോ, അവന് പെറ്റതൊരു ഉമ്മയാണല്ലോ എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ട്, അവന്റെ മുഖം ഒഴിവാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്നറിയോ, ആ സൽഹയ്ക്ക് ഒരിത്തിരി മനുഷ്യത്വം തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന് ഒരുപാട് ആളുകളുടെ മുന്നിൽ പിച്ച് ചീന്തപ്പെട്ടേനെ. അവന്റെ ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യ ഒഴിവാക്കി പോകും. അതും അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരാളും ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് പെണ്ണു കൊടുക്കാനും പോകുന്നില്ല. പിന്നെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന നാണക്കേട് അതാണെങ്കിൽ പറയേ വേണ്ട, അത്രയും വലിയ മോശമായിരിക്കും. ഇങ്ങനെ ഒരു മകനെ നൊന്തു പറ്റതിൽ ആ ഒരു അമ്മയ്ക്ക് അവരെ ഗർഭപാത്രത്തെ പോലും ശപിക്കും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പം നമ്മളെപ്പോഴും നോക്കേണ്ടത് സമൂഹത്തിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു എന്നാണ്. ക്രിയേറ്റീവായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഓവറായിട്ട് ഫോഴ്സുകളോ അതല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഡ്രൈവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യുക. നല്ല നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യുക. പാട്ടാകാം, ഡാൻസ് ആകാം, മ്യൂസിക് ആവാം, വരയാകാം, എഴുത്താകാം, അങ്ങനെ സംസാരമാകാം, അങ്ങനെ പല രീതിയിൽ അത് ചാനലൈസ് ചെയ്യുക. അതല്ലാതെ നിങ്ങളുടെ നെഗറ്റീവ് എനർജിയൊക്കെ മോശമായ രീതിയിൽ ആളുകളെ ഉപദ്രവിക്കാനുള്ള രീതിയിലേക്ക് ആക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.